ശരി മാഷെ, നമസ്കാരം. മാഷെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസികൾക്ക് ഇതുവരെ വന്ന കാര്യങ്ങളനുസരിച്ച് തന്നെ വിശ്വാസികൾക്ക് വല്ലാതെ മുറിവേറ്റു എന്ന കാര്യത്തിൽ സംശയമില്ല. എൻ്റെ ആകാശവാണി ജീവിതത്തെക്കുറിച്ച് തീർച്ചയായിട്ടും കാരശ്ശേരി മാഷിന് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ആ കാലത്ത് ഈ മകരവിളക്ക് മഹോത്സവത്തിൻ്റെ കമൻട്രികളൊക്കെ നൽകാനൊക്കെ ഞാൻ അതിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ശബരിമലയിൽ പലപ്പോഴും താമസിച്ചിട്ടുണ്ട്. ശബരിമലയിൽ നടക്കുന്ന പല കാര്യങ്ങളും അന്നൊക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ നാട്ടിലെ സാധാരണ വിശ്വാസികൾ അറിയുന്നുണ്ടായിരുന്നില്ല. കോടതി, ദേവസ്വം ബെഞ്ചും അല്ലാതെ കോടതിയൊക്കെ പലപ്പോഴും, ഹൈക്കോടതി പ്രത്യേകിച്ചും, ഇടപെടാൻ തുടങ്ങുകയും ശബരിമല കമ്മീഷൻ വയ്ക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ശബരിമലയിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു അറുതി വന്നത്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വിശ്വാസികൾ വല്ലാതെ അമ്പരന്ന് പോയിട്ടുണ്ട്, അവർക്ക് മുറിവേറ്റിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഒരു ഒരു മൂല്യച്യുതിയുടെ ഭാഗം മാത്രമല്ല, മോഷ്ടാക്കളുടെ എണ്ണം ശബരിമലയുടെ ഉച്ചിയിലേക്ക് കടന്നു കയറി എന്ന് സൂചന നൽകുന്ന കാര്യങ്ങളാണ് നമുക്കറിയുന്നത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇതുവരെയും അനാവരണം ചെയ്യപ്പെടാതെ പോയത് എന്നുള്ള കാര്യവും നമ്മളെ ഇന്ന് ആശങ്കപ്പെടുന്നുണ്ട്. മാഷ്. എനിക്ക് ആദ്യം പറയാനുള്ളത് ദൈവത്തിൻ്റെ ഒരു കഷ്ടകാലം എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ വളരെ വൈകിയാണ് അറിയുന്നത്. ഈ കൂട്ടത്തിൽ എനിക്ക് വേറെ പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ വിചാരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഹിന്ദു ദേവാലയങ്ങളെ പറ്റിയാണ്. ഇവിടെ വേറെയും ദേവാലയങ്ങളുണ്ട്. ഇപ്പോൾ മുസ്ലിം ദേവാലയങ്ങളൊക്കെ നോക്കുന്നത് വഖഫ് ബോർഡാണ്. പല വഖഫ് ബോർഡിനെ പറ്റിയും ഇത്തരത്തിലുള്ള വലുതോ ചെറുതോ ആയ ആരോപണങ്ങളുണ്ട്. പല മഹല്ലുകളിലും, ക്രിസ്ത്യാനികൾ ഇടവക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മഹല്ല് എന്ന് പറയാം, പല മഹല്ലുകളും തർക്കങ്ങളും കേസുകളുണ്ട്. ഇതുപോലെ ഇടവകയിൽ ഈ പ്രശ്നമുണ്ട്. അതായത് ബിഷപ്പുമാർ സ്വന്തം സ്വത്ത് മാതിരി ഇടവകയിലെ കുഞ്ഞാടുകളുടെ, വിശ്വാസികളുടെ, അൽമായന്മാരുടെ അറിവോ അനുവാദമോ ഇല്ലാതെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ള പരാതിയുണ്ട്. ഈ ചർച്ചിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലെ പരാതികൾ പരിഹരിക്കാനും കൂടി വേണ്ടിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലോ റിഫോംസ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ജസ്റ്റിസ് കെ ടി തോമസ് ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. അവരൊരു ചർച്ച് ആക്ട് ഉണ്ടാക്കി. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2019 സമർപ്പിച്ചതാണ് കേരള ഗവൺമെൻറ്റിന്. ആ ചർച്ച് ആക്ടിനെ പറ്റി പിന്നെ നമ്മളൊന്നും അറിയുന്നില്ല. പല ഇടവകയിൽ ഇത്തരം തർക്കങ്ങളുണ്ട്. അപ്പോൾ ചർച്ച് ആക്ട്, അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, വാർത്ത വന്നതനുസരിച്ചാണെങ്കിൽ, ഇത്തരത്തിലുള്ള സാമ്പത്തികമായ ദുരുപയോഗങ്ങൾക്കും അവരുടെ ഭരണത്തിലെ സ്വേച്ഛാധിപത്യത്തിനെതിരായി പല നിയന്ത്രണങ്ങളും ചർച്ച് ആക്ടിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ കണ്ടിട്ടല്ല, അതിനെപ്പറ്റി അറിയുന്ന പലരും പറഞ്ഞു കേട്ടിട്ടും ഫേസ്ബുക്കിലൊക്കെ കണ്ട കാര്യങ്ങളാണ്. വഖഫ് ബോർഡിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു നല്ല നിലപാടെടുത്തിരുന്നു. വഖഫ് ബോർഡിൻ്റെ നിയമനം PSCക്ക് വിടാം എന്ന്. വളരെ നല്ലൊരു നിലപാടായിരുന്നു. കാരണം അവിടെ തന്നിഷ്ടം നടക്കുകയാണ്, സ്വജനപക്ഷപാതം നടക്കുകയാണ്, അഴിമതിയുണ്ട് എന്ന് നാനാഭാഗത്തു നിന്നും പരാതിയുണ്ട്. അത് സമസ്തയിലെ ചില പണ്ഡിതന്മാർ പ്രസ്താവന ഉൾപ്പെടുത്തുകയും മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുകയും നേരിൽ കാണുകയൊക്കെ ചെയ്തിട്ട് അത് ഗവൺമെൻറ് അതിന് പിന്നാക്കം പോയി. അപ്പം എനിക്ക് പറയാൻ തോന്നുന്നത് എന്താ വെച്ചാൽ, ഈ മുസ്ലിം ദേവാലയങ്ങളെ സംബന്ധിച്ചും ക്രിസ്ത്യൻ ദേവാലയങ്ങളെ സംബന്ധിച്ചും ഹിന്ദു ദേവാലയങ്ങളെ സംബന്ധിച്ചും സമഗ്രമായി, അതായത് അവിടുത്തെ ഇപ്പോൾ മുസ്ലിം പള്ളിയിലാണെങ്കിൽ മുത്തവല്ലി, മറ്റിടത്താണെങ്കിൽ ബിഷപ്പ്, അല്ലെങ്കിൽ ഇമാമ്, അല്ലെങ്കിൽ തന്ത്രി, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ. ഇതിനെയൊക്കെ സമഗ്രമായി അന്വേഷിക്കുന്ന, അതിന് ഉത്തരവാദിത്തമുള്ള, കഴിയുന്ന വേഗം അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു കമ്മീഷനെ കേരള ഗവൺമെൻറ് നിയമിക്കണം. പക്ഷേ അതിനിടയിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കേരളത്തിൽ ഇരുന്ന് സംസാരിക്കുന്നത്, അതായത് ഈശ്വരൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില അന്വേഷണങ്ങളോട് അവർ പൊരുത്തപ്പെടും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇത്രയും കാലത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ, ഈ LDFും UDFും BJPയും അതിൽ ഒന്നിക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം ദേവാലയങ്ങൾ ഒരു കൂട്ടർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. അവിടെയൊക്കെ പല തരത്തിലുള്ള സ്വജനപക്ഷപാതവും അഴിമതിയും ക്രമക്കേടും നടക്കുന്നുണ്ട്. അതിപ്പോൾ എനിക്കറിയുന്ന നേരിട്ട് അറിയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി എനിക്ക് തെളിവില്ലാത്തതുകൊണ്ട് ഈ ചർച്ചയിൽ പറയാൻ പറ്റില്ല. പക്ഷെ ആരോപണങ്ങളുണ്ട് എന്നുള്ളത് ആരും നിഷേധിക്കില്ല. ഈ ചർച്ച കേൾക്കുന്ന ക്രിസ്തുമത വിശ്വാസികളും ഇസ്ലാം മത വിശ്വാസികളൊക്കെ വഖഫ് ബോർഡിനെ പറ്റിയും ചർച്ച് സമ്പത്തിനെ പറ്റിയൊക്കെ ഇത്തരം പരാതികളും ആരോപണങ്ങളും ഉണ്ട് എന്നുള്ളത്
തീർച്ചയായിട്ടും സമ്മതിക്കും. അതും കൂടി ഈ കൂടെ ചർച്ച ചെയ്യണം. കാരണം സംസ്ഥാന ഗവൺമെൻറ് ഒരു കമ്മീഷനെ വെച്ചാൽ അതിനോട് എല്ലാ പാർട്ടികളും എല്ലാ വിശ്വാസികളും യോജിക്കണം. ആ തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി കഴിയുന്ന വേഗം അതൊരു അന്വേഷണം നടത്തിയിട്ട് ഈ എല്ലാ ദൈവങ്ങളെയും ഈ കഷ്ടകാലത്ത് രക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.